ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ വിളവെടുപ്പും പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറിച്ച് കളയലും പുതിയ പൂക്കൾ കാണലും കായ് കാണലും എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ നടക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങൾ പയർ ചെടിക്ക് ഇങ്ങോട്ട് തരുന്നത് മാത്രമേ എടുക്കുന്നുള്ളായിരുന്നു, അങ്ങോട്ടൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ വളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട വളമെന്ന് വെച്ചാൽ കടലപ്പിണ്ണാക്ക് മില്ലിൽ കൊടുത്ത് പൊടിച്ചു. എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കുമാണ്. കടലപ്പിണ്ണാക്ക് മില്ലിൽ കൊടുത്ത് പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി കുറച്ചും കൂടെ ഇതിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഗ്രോ ബാഗ് ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള സമയം കിട്ടിയില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് വളമിട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വളം ഇട്ട് കൊടുക്കാതായപ്പോഴും പയറിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്, ചെറിയ പയറായിട്ടുണ്ട്. ഇപ്പോൾ പാവയ്ക്ക കണ്ടോ, പാവയ്ക്കയെല്ലാം അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചു വരുന്നുണ്ട്. ഇടയ്ക്ക് 2-3 പാവയ്ക്ക പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു, എന്തോ ജീവി കുത്തിയിട്ട് അതങ്ങ് നശിച്ചു പോയി. അല്ലാതെ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴയാണ്. ടിഷ്യൂ കൾച്ചർ വാഴ നട്ടതിന് ശേഷമാണ് സാധാരണ വാഴ നട്ടത്. പക്ഷേ ടിഷ്യൂ കൾച്ചർ വാഴ ഇതുവരെയും അധികം വളർന്നിട്ടില്ല. സാധാരണ വാഴ നന്നായിട്ട് വളർന്ന് പൊങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ചോളത്തിൽ കായ് വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഒരു ചെടിയിൽ ഒരു കായേ ഉള്ളൂ, അതാണ് എൻ്റെ വിഷമം. ഇനി പുതിയതായിട്ട് വരുമോ എന്നറിയില്ല, നോക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ വീണ്ടും വരുമായിരിക്കും. അപ്പോൾ ഇത് ഓരോ ചെടിയിലും ഓരോ കായ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. മുകളിൽ പൂത്ത പൂമ്പൊടിയെല്ലാം ഇതിലോട്ട് വീണ് കിടപ്പുണ്ട്. ശരിക്കും അങ്ങനെ വീണാലേ നന്നായിട്ട് വലിയ കായ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു ചെടിയിൽ നിന്ന് 2-3 ചോളം കായെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ ഇപ്പം നിലവിൽ ഒന്നേ കായ്ച്ചു വന്നിട്ടുള്ളൂ, അപ്പോൾ ഇനി വരുമായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ ക്ഷണിക്കാത്ത ഒരു അതിഥിയായിട്ട് ഒരു തൈ മുളച്ച് വന്നിട്ടുണ്ട്, മത്തനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കായ്ക്കുമ്പോൾ അറിയാം. കുറച്ച് പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നാളെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.